നമസ്കാരം. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വിവാഹ സമ്മാനം എന്ന മനോഹരമായൊരു കവിതയുണ്ട്. ചേച്ചി തൻ്റെ കുഞ്ഞനിയനെയും കൂട്ടിയിട്ട് അതിരാവിലെ കുളിക്കാനായിട്ട് കുളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പച്ച നിറത്തിൽ ഇങ്ങനെ പായലൊക്കെ മൂടിയിട്ട് കുളം കാണുന്നില്ല, ഇരുട്ടാണ്, നേരെ നന്നായി പുലർന്നിട്ടില്ല. ചേച്ചിയുടെ ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞ് പിറ്റേന്നാണ് ചേച്ചി ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞനിയനെയും കൂട്ടി പോകുന്നത്. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ജീവന തുല്യം സ്നേഹിച്ച ഒരാളെ വിധി വൈപരീത്യത്താൽ അനിയത്തി വിവാഹം ചെയ്യാണ്. അപ്പോൾ പ്രണയിക്കുന്ന എല്ലാവർക്കും വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു സൗഭാഗ്യം കിട്ടിയെന്ന് വരില്ലല്ലോ. ഇത് അതിനേക്കാൾ കഷ്ടം സ്വന്തം അനിയത്തി തന്നെയാണ് താൻ ജീവന തുല്യം സ്നേഹിച്ചിട്ടുള്ള ആളെ വിവാഹം കഴിച്ചത് എന്ന് കൂടിയാണ്. അപ്പം ചേച്ചിക്ക് അനിയനോട് വലിയ സ്നേഹമാണ്. ചേച്ചിമാർക്ക് അങ്ങനെയാണല്ലോ, കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസം കൂടി ഉണ്ടെങ്കിൽ ഒരു മാതൃസഹജമായൊരു സ്നേഹമായിരിക്കും അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെ ഉണ്ടാവുക. അപ്പം ഈ അനിയനെയും കൂട്ടിയിട്ട് അത് രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചേച്ചി. അപ്പം ചേച്ചി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദൂരെയുള്ള ആ താമരത്തണ്ട് പറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. കയ്യെത്തുകില്ലലർത്തണ്ടിലെന്നാൽ പയ്യെ ഞാൻ മുങ്ങി പറിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ചേച്ചിക്ക് ഇങ്ങോട്ട് കയറി പോരാൻ പറ്റിയെന്ന് വരില്ല. ചേച്ചിയെ താമരത്തണ്ടുകളിൽ ചില കുരുക്കി കിടക്കേയുള്ളൂ. ചോദിക്കാം നിന്നോടമ്മാന്യശീലൻ, ഖേദിച്ചു മറ്റുള്ളോർ നിന്നിടുമ്പോൾ. ഉമ്മ വെച്ചോതുന്നു ചേച്ചി, നിന്നോടോർമ്മിച്ചിതൊന്നേ നീ ചൊല്ലിടാവോ. അപ്പോൾ ചേച്ചി കുഞ്ഞനിയനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചിലപ്പോൾ ഞാൻ ആ താമരത്തണ്ടുകളിൽ കുടുങ്ങിക്കിടക്കും. അപ്പോൾ നിന്നോട് ആളുകളൊക്കെ വന്ന് ചോദിക്കും, അപ്പോൾ എന്തുണ്ടായും ചോദിക്കുമ്പോൾ നീ ഇതേ പറയാവൂ, എന്താണ് ഈ ദമ്പതിമാർക്ക് നൽകാനായിട്ട് പൂ പറിക്കാൻ ചേച്ചി ഇറങ്ങിപ്പോയതാണ് എന്നുള്ളത്. ഉണ്മയിൽ ദമ്പതിമാർക്കൊരോമൽ സമ്മാനമേകണമെന്നു ചൊല്ലി ചേലിലിപ്പോൾ താർ പറിക്കുവാനേ ചേച്ചി ഇറങ്ങി പൂങ്കുളത്തിൽ. അപ്പോൾ ചേച്ചി അനിയനോട് പറയുന്നുണ്ട്, എന്താ അപ്പോ നീ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കേ, എന്താ കാരണം, ഈ കുഞ്ഞിൻ്റെ ചിരി കണ്ടുകൊണ്ട് വേണം ചേച്ചിക്ക് വെള്ളത്തിലേക്ക് ആണ്ടുപോവാൻ എന്നുള്ളതാണ്. അപ്പോ നീ ഒന്ന് ചിരിച്ചിരിക്കൂ, ആശിക്കാനില്ലൊരു മന്ദഹാസം ചേച്ചിക്കു മറ്റൊരു ചുണ്ടിൽ നിന്നും. എല്ലാവരും ഇപ്പോൾ ചേച്ചി കുറ്റപ്പെടുത്തുന്നവരേ ഉള്ളൂ. അപ്പോൾ ചേച്ചിക്ക് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തോടെയുള്ളൊരു ചിരി കിട്ടുന്നത് ഈ കുഞ്ഞനിയനിൽ നിന്ന് മാത്രമാണ്. എന്നിട്ട് ചേച്ചി ഇങ്ങനെ അനിയനോട് ചിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. എന്താ പറയണത്, കൂരിരുൾ നീങ്ങി നിൻ പുഞ്ചിരിയാൽ ഓമനേ ദീപ്തമെന്നന്തരംഗം. ഞാനീ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെയാകുമ്പോൾ കരയുമോ നീ. നിന്റെ ആ നിഷ്കളങ്കമായ പാൽ പുഞ്ചിരി കണ്ട് എൻ്റെ മനസ്സിലെ എല്ലാ ഇരുട്ടും മാറിപ്പോയിട്ടുണ്ട്. ചേച്ചി ആ വെള്ളത്തിലേക്ക് ആണ്ടുപോയിട്ടെങ്കിൽ നീ കരയുമോ, കരയരുതേ എന്ന് പറയാണ്. അതിന് മുൻപ് തന്നെ ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീയാൽ മുതിർന്നോർ കളിച്ചിടുമ്പോൾ നീയെതിരായൊന്നു മോദരുതേ. മുല്ലമലരൊത്തൊരിത്തുടയിൽ തല്ലിൻ്റെ പാടിനി തങ്ങിയാലോ. വലിയ ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചേച്ചിയുടെ കുട്ടി അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അഭിപ്രായമൊന്നും പറയണ്ട, വെറുതെ എന്തിനാണ് ഈ കുഞ്ഞു തുടയിൽ അടി പേടിക്കണത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതാണ്. അപ്പോൾ ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു ഇടശ്ശേരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കേസിന് സമാനമായിട്ടുള്ള കാര്യങ്ങളിലെ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി. ആ ഒരു സങ്കടമാണ് പിന്നീട് അദ്ദേഹം വിവാഹ സമ്മാനം എന്ന കവിതയായിട്ട് ആവിഷ്കരിച്ചതെന്നാണ് പറയുന്നത്. നല്ലൊരു കവിതയാണ്, എല്ലാവരും ഒന്ന് വായിക്കുക.